ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് നാളായി ഞാനൊരു ലോങ് വീഡിയോ ഇട്ടിട്ടോ. എന്താണെന്നറിയില്ല, ഞാൻ ഷോർട്ട് ഇടുന്നുണ്ട്, ഷോർട്ട് വീഡിയോ ഒക്കെ ഇടുന്നുണ്ട്, അതെല്ലാവരും ഒന്ന് കാണണം. ലോങ് വീഡിയോ എന്താണെന്നറിയില്ല, എടുക്കാനും പറ്റുന്നില്ല, അത് നിങ്ങളിലേക്ക് എത്തിക്കാനും പറ്റുന്നില്ല. ഇത് ഒരു ടൂറ് പോണ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായി ഞങ്ങൾ വന്നിട്ട് ഇപ്പോഴാണ് ഞാനത് എഡിറ്റ് ചെയ്യുന്നതും വോയിസ് ഓവർ കൊടുക്കുന്നതും അപ്ലോഡ് ചെയ്യുന്നതൊക്കെ എപ്പോഴാണ് എനിക്ക് പറ്റിയത്. കാരണം ഇവിടെ പോയി വന്നപ്പോൾ എല്ലാവർക്കും പനിയും ജലദോഷം ഒക്കെ വന്നുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ടിലായിരുന്നു. അങ്ങനെ ആ ഗിഫ്റ്റൊക്കെ പൊതിയുന്ന നിങ്ങൾ കണ്ടല്ലോ, അവിടെ ചെറിയ ചെറിയ ഗെയിം കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞു കുഞ്ഞ് ഗിഫ്റ്റൊക്കെ നമ്മളൊന്ന് തയ്യാറാക്കിയതാണ്. അപ്പോൾ എല്ലാവരും നിമിഷേൻ്റെ അതാ ഫ്രണ്ടിൻ്റെ ഷോപ്പിൽ വന്ന് നിൽക്കണം, അവിടെയാണ് ബസ് വന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് പോകാനുള്ള ബസ് ഇതാണ്. അടിപൊളിയായിരുന്നു കേട്ടോ, സീറ്റൊക്കെ ബാക്കിയായിരുന്നു. എന്താ അറിയില്ല, നമ്മൾ ട്രാവലറെ ഏൽപ്പിച്ചായിരുന്നു, അപ്പം അത് ആ സമയത്തിന് എത്തിയില്ല, അവരെ ബസ് തന്നെ ഏൽപ്പിച്ചെന്നാണ്. അപ്പം നമുക്ക് വേണ്ടിയ മാതിരിയായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനും ഡാൻസ് കളിക്കാനും ഉറങ്ങാനും ഒക്കെ ആയിട്ട് അടിപൊളി എന്ന് പറഞ്ഞാൽ എല്ലാവരും നല്ലോണം എൻജോയ് ചെയ്തിട്ടാണ് നമ്മൾ പോയത് കേട്ടോ. നമ്മൾ പോയത് വയനാട്ടിലേക്കൊന്നല്ല കേട്ടോ, കോഴിക്കോട് റിസോർട്ടുണ്ട് മേഘതീരം എന്ന് പറഞ്ഞിട്ട്, അത് കൂടരഞ്ഞി ഭാഗം മുക്കൊക്കെ കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഭാഗത്താണ്. ഇവിടെ എല്ലാവരും ഡാൻസ് ചെയ്യണ്, പാട്ട് പാടണ്, എന്തൊക്കെയോ ഒച്ചപ്പാടുണ്ട് കേട്ടോ ബസ്സിൻ്റെ ഉള്ളിൽ. പക്ഷേ ഈ രണ്ട് പേരുണ്ടല്ലോ കയറിയ പാടത്ത് തന്നെ ഉറങ്ങാൻ നിന്നതാണ്. അത് ഫ്രണ്ടുള്ള മക്കളാണ്, തല മൂടിയിട്ടാണ് അവർ കേൾക്കുന്നത്, അവരൊന്നും അറിഞ്ഞില്ല. നമ്മൾ പോണ വരെ ഡാൻസും പാട്ടും കളിച്ചിട്ട് മറന്ന് കളിച്ചിരുന്നു കേട്ടോ. ഇവരെ ഞങ്ങൾക്ക് അറിയില്ലേ, നോമ്പ് കാലത്ത് കാണുന്ന ആളാണ് നമ്മളെ കോഴിക്കോട് ഐസ് എഴുതിയൊക്കെ വിട്ടിട്ട് ജബിലാനി എന്നൊക്കെ പറയും, അവരാണ് കേട്ടോ, എൻ്റെ ഫ്രണ്ടാണ്. പിന്നെ നമ്മൾ മുക്കത്തേപ്പം ഒരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ നിർത്തി. നമ്മൾ അവിടെ നിന്ന് പുറപ്പെട്ട ആ ഒരു ക്ലൈമറ്റേ അല്ലിട്ട് അവിടെ എത്തിയപ്പോൾ നമ്മളവിടെ വെയിൽ നല്ലോണം ഉണ്ടെന്ന് ഫോൺ വിളിച്ചപ്പോൾ മനസ്സിലായി. ഇവിടെ നല്ലോണം മഴ പെയ്തിട്ടുണ്ട്, ഇനി പെയ്യാനുള്ള പുറപ്പാടിലാണ് കേട്ടോ. എന്തായാലും നമ്മളൊക്കെ വലിയവരൊക്കെ സാധാ ചോറ് കഴിച്ചു, അപ്പം മക്കൾക്കൊക്കെ ബിരിയാണിയോ അങ്ങനെ എന്തെങ്കിലും മന്തി എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ അവർക്കൊക്കെ ഈ ചോറ് തന്നെ മതിയെന്ന് പറഞ്ഞേ. അപ്പം നല്ല അടിപൊളി സാമ്പാറും മീൻകറിയും, ഈ മീൻ വറുത്തതൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റുള്ള മീൻ, എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ, മീൻ പേരറിയില്ല. അപ്പം ഉപ്പേരി പപ്പടം അങ്ങനെയൊക്കെ ആയിട്ട് നല്ല അടിപൊളി, മക്കൾക്കൊക്കെ ഇഷ്ടമായി. എൻ്റെ മോൾക്കൊന്നും അങ്ങനെ ഇഷ്ടപ്പെടാത്തതാണ്, പക്ഷെ മീൻ കഴിച്ചില്ല അവൾക്കൊക്കെ നല്ല ഫുഡൊക്കെ നല്ല അടിപൊളിയായി ഇഷ്ടപ്പെട്ടു. ഫുഡ് കഴിച്ച് എല്ലാവരും വണ്ടി കയറിയപ്പം എല്ലാവരും സൈലൻ്റായി. ക്ലൈമറ്റൊക്കെ മാറി മറിഞ്ഞിട്ടോ. പിന്നെ ഒരു ചുരമാണ്, ഇങ്ങനെ പോകണം, ചെറിയൊരു ചുരം ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ചുരമൊക്കെ കയറി ആ ഞങ്ങളെ പ്രകൃതിയൊക്കെ കണ്ട് എല്ലാവരും നല്ല മയക്കത്തിലാണ്. അങ്ങനെ നമ്മൾ അവിടെ ബസ് ഇറങ്ങിയിട്ട് പിന്നെ ജീപ്പ് വന്നിട്ടോ നമ്മളെ വിളിക്കാൻ. ഈ ഒരു വഴി എന്ന് പറഞ്ഞാൽ അത്ര ക്ലിയർലി നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, അത്രയ്ക്കും കുണ്ടും കുഴിയായിരുന്നു. ഇവിടേക്കുള്ള ആ വഴി എന്തായാലും മാറ്റൂല എന്നാണ് പറയുന്നത്, നന്നാക്കൂല എന്നാണ് പറയുന്നത്. ഇങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂല്ലോ, ഇങ്ങനെയാണല്ലോ അവിടുത്തെ ആ ഒരു ഭംഗി കൊടുക്കുന്നത്, അവർ പറഞ്ഞ കേട്ടോ. ഇപ്പോൾ നമ്മളെ വിളിക്കാൻ വന്നതാണ്. അങ്ങനെ 2-3 ട്രിപ്പ് അടിച്ചിരിക്കുന്നവർ ഏതോ ഒരു സ്ഥലത്താണ് നമ്മളെ ബസ് നിർത്തിയത്. എന്നിട്ട് പിന്നെ ഈ ജീപ്പിൽ ഇങ്ങനെ പോകണം. ഒരു കുന്നെന്ന് പറഞ്ഞാൽ ഒരു മലൻ്റെ മുകളിലാണ് ഇപ്പം ഈ റെസ്റ്റോറൻറ്റ് എന്നാണ് പറയുന്നത്, റിസോർട്ട് കിടക്കുന്നത് കേട്ടോ. അപ്പം അവിടെ എത്തിയിട്ടോ നമ്മളെന്തായാലും. അല്ല വരൂ ഹസ്ബൻഡൊക്കെ. ഞാൻ പറഞ്ഞല്ലോ 2-3 ട്രിപ്പ് അടിച്ചിട്ടാണ് ആളെ കൊണ്ടുവരുന്നതെന്ന്. അങ്ങനെ ഇതാ പിന്നെ നമ്മൾ ഫുഡ് ഉണ്ടാക്കി രാത്രിയിൽ അൽഫാം, പിന്നെ ചപ്പാത്തി, അങ്ങനെ എല്ലാ ഐറ്റംസ് ഉണ്ട്, വെള്ളം, അതൊക്കെ നമ്മൾ കൊണ്ടുവന്നാണ് കേട്ടോ. ഇവർ നമുക്ക് പാകം ചെയ്തു തരും, അല്ലെങ്കിൽ ഇവർ തന്നെ ഉണ്ടാക്കി തരും ചെയ്യും. പക്ഷെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ. ഇവിടെ പാട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ, അതാണ് ഞാൻ കോപ്പിറൈറ്റ് കിട്ടും വിചാരിച്ചിട്ടാണ് അതൊന്നും വെക്കാത്തത്. ഇവരെല്ലാവരും ഇത് എടുക്കുമ്പോഴേ ഡാൻസ് അടിച്ചുകൊണ്ടാണ് ഇറങ്ങുന്നത്. അവിടെ എന്തായാലും നല്ലോണം ചാറ്റൽ മഴ ഉണ്ട്. അപ്പോൾ നമ്മൾ കോളാവോ ഇനി എല്ലാം എന്ന് വിചാരിച്ചു, പക്ഷേ ഒന്നുമില്ല കേട്ടോ, ആ ഒരു ചാറ്റൽ മഴ തന്നെ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ വേഗം പൂളിലേക്കാണ് പോയത്. ഇവിടെ വെള്ളം നിറച്ചിട്ടൊന്നും ഇല്ല, എന്തായാലും നിറച്ച് വെക്കാമെന്ന് പറഞ്ഞ് നമ്മൾ ഡ്രസ്സൊക്കെ ചെയ്ത് വരുമ്പോഴേക്കും ഒക്കെ സെറ്റാക്കി വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്.
അത് പെട്ടെന്ന് നിറയും കേട്ടോ. അപ്പം മോളൊന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കുകയാണ് തണുപ്പുണ്ടോ നോക്കാൻ. നല്ല അടിപൊളിയായിട്ട് തണുപ്പുണ്ട് എന്ന് പറഞ്ഞിട്ടോ. എനിക്കെന്താണെന്നറിയില്ല, അവിടെ പോയിട്ട് വലിയ തണുപ്പൊന്നും തോന്നിയിട്ടില്ല. പക്ഷെ എൻ്റെ മോൾക്ക് കുറച്ച് ആൾക്കാർക്കൊക്കെ നല്ല തണുപ്പുണ്ട് എന്ന് പറഞ്ഞ്. പിന്നെ അവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചുറ്റി കറങ്ങി കേട്ടോ. നല്ല ഓരോരോ സ്ഥലത്താണ് ഈ ഒരു റിസോർട്ട് ഉള്ളത്. ഈ കപ്പിൾസിനായിട്ടുള്ളൊക്കെ ഉണ്ട് വേറെ. പിന്നെ നമ്മളെല്ലാവരും പോണ ബാച്ചിലർ എന്തൊക്കെയോ അറിയണത് കുറേ ആയി വോയിസ് ഓവർ കൊടുത്തിട്ട്. ഞാനെന്തായാലും എഡിറ്റ് ചെയ്ത് പോക്കണമെന്നില്ല, അതിങ്ങനെ തന്നെ കിടന്നോട്ടെ. അപ്പോൾ നമ്മളിതാ വേറെ സ്ഥലത്തേക്ക് പോവാട്ടോ. അവിടെ എന്തായാലും ഇവിടേക്കൊക്കെ കുറച്ച് പൂക്കളും ചെടികളൊക്കെ ആയിട്ട് നല്ലൊരു ഭംഗിയുണ്ട്. ഒരു കുന്നാണ് കേട്ടോ പോകുന്നത് അവിടെ ഭാഗത്ത്. പിന്നെ ഇപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് എങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, എനിക്കൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും നിങ്ങൾ മനസ്സിലാക്കിയെടുക്കാം. ഓക്കെ, അങ്ങനെ ഇവിടെ എത്തി. ഇവിടെ 2 റൂമാണ് കേട്ടോ. എല്ലാം സെറ്റപ്പായിട്ടുണ്ട്. എല്ലാവർക്കും ഒരു 8 പേർക്കെങ്കിലും ഈ ഒരു ബെഡ്മേൽ കിടക്കാം എന്തായാലും. 2 സെക്ഷനായിട്ടാണ്. പിന്നെ ഇതിൻ്റെ മുകളിൽ കണ്ടോ, അവിടെയും കിടക്കാം. അവിടെയും 2 റൂമുണ്ട്. നമ്മൾ നേരത്തെ കാണിച്ചെന്ന അതുണ്ട്. പിന്നെ വേറൊരു സ്ഥലം കൂടി ഉണ്ട് കേട്ടോ. എനിക്ക് ഇതിൽ കാണിക്കാൻ പറ്റുമോ എനിക്ക് അറിയില്ല, അതുണ്ടായിരുന്നു. അങ്ങനെ കുറേ ആൾക്കാർക്ക്, നമ്മൾ പോയത് ഒരു 22-25 ആൾക്കാരാണ്. പക്ഷേ അതിലും കൂടുതൽ ആൾക്കാർക്ക് നിൽക്കട്ടോ. അപ്പോൾ എന്തോ ഒരു പ്രകൃതിയാന്ന് പറഞ്ഞാൽ എൻ്റെ ഒന്നോ ഒന്നും പറയാൻ പറ്റില്ല. നമുക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ലായിരുന്നു ഈ ഒരു റിസോർട്ട് തിരഞ്ഞെടുത്തപ്പം. നമ്മൾ യൂട്യൂബിലൊക്കെ ഒന്ന് അടിച്ചു നോക്കിയിരുന്നു. പക്ഷെ ഒരു ഭംഗിയില്ല, എന്തോ ഒരു മാതിരി തറവാട് പോലെയൊക്കെ നമുക്ക് തോന്നി. പക്ഷേ ഇവിടെ വന്നിട്ട് ഈ ഒരു കാഴ്ചകൾ തീർച്ചയായിട്ടും നിങ്ങൾ കാണണം. അപ്പോഴേ മനസ്സിലാവുള്ളൂ ഇതിൻ്റെ എത്രത്തോളം ഉണ്ട് ഇതിൻ്റെ ഭംഗി എന്നുള്ളത്. നമ്മൾ വെറുതെ പോയിട്ട് ഒരു റിസോർട്ടിൽ പോയിട്ട് പൂള് കഴിച്ച് വരാം അങ്ങനെയല്ല. ഇത് പ്രകൃതി മൊത്തം നമുക്ക് കാണാൻ പറ്റും അവിടെ നിന്നാൽ. അത്രയ്ക്കും ഭംഗിയാണ്. ഒരു പ്രത്യേക ഒരു ക്ലൈമറ്റാണ് കേട്ടോ. ഇതാണ് കിച്ചണൊക്കെ നല്ല വൃത്തിയുണ്ട് കേട്ടോ. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കിയതാണ് എങ്ങനെയുണ്ട് എന്നുള്ളതൊന്നും അറിയാമല്ലോ. പക്ഷെ നല്ല ക്ലീനായിട്ട് അവർ ഭക്ഷണം ഉണ്ടാക്കി തരുന്ന, നമ്മളൊക്കെ സത്യം പറയുകയാണെങ്കിൽ നമ്മൾ കിച്ചണിൽ കയറിയാൽ ഒരു പാത്രം എടുത്ത് രണ്ടാമത്തെ പാത്രം ഇങ്ങനെ പെരുകി വന്നിട്ട് ആ ഒരു റാക്ക് ഫുള്ളാവില്ലേ. പക്ഷേ ഇവരത് അങ്ങനെയൊന്നുമില്ല. ഇവരിങ്ങനെ ആ ജോലി എടുക്കുന്നതിനൊക്കെ ഒരു എക്സ്പീരിയൻസ് ആയിട്ടുണ്ടാവും അവർക്ക് കേട്ടോ അത്. അപ്പോൾ അത് എടുത്ത് നല്ല തയക്കുണ്ടായിട്ട് നല്ല വൃത്തിയുണ്ട്. നല്ലൊരു അവർ ജോലി എടുക്കുന്നത് മനസ്സിലാവുന്നില്ല. അപ്പോൾ ചേച്ചി ഉണ്ട്, ചേച്ചീനെ ഹെൽപ്പ് ചെയ്യാൻ ദേബു എന്ന് പറഞ്ഞൊരു ഹിന്ദിക്കാരനുണ്ട്. പിന്നെ ആ ചേച്ചിയുടെ ഹസ്ബൻഡൊക്കെ ഉണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ ഈ പാറപ്പുറത്തുള്ള ആ ഒരു റൂമിലേക്ക് പോയി കണ്ടത് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ അവിടെ 2 റൂമാണ്. മക്കൾ എടുക്കാമെന്നാണ് പറയുന്നത് കേട്ടോ, ഒന്നും തീരുമാനമായില്ല. പിന്നെ എന്തായാലും ഇവിടെ നമ്മൾ ഫോട്ടോ എടുത്ത് മരിക്കുക എന്ന് പറയുമല്ലോ, വീഡിയോ എടുക്കുക, ഫോട്ടോ എടുക്കുക, അങ്ങനെ ഓരോരുത്തരുടെ കയ്യിലുള്ള ഫോൺ കൊണ്ട് അവരതെങ്ങനെ ചെയ്തും കൊണ്ടിരിക്കുക. മക്കളവിടെ നല്ലോണം പൂളിൽ കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നല്ല തണുപ്പ് വന്നിക്കണമെന്ന് അറിയണ്ട് കുട്ടികൾ. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, എനിക്കെന്തോ തണുപ്പ് അങ്ങനെ വല്ലാതെ ഏച്ചിട്ടില്ല. പൊതുവേ എനിക്ക് തോന്നുന്നു അലർജീൻ്റെ പ്രശ്നമുള്ളത് കൊണ്ടായിരിക്കാം ഒരു തണുപ്പ് അങ്ങോട്ട് വല്ലാതെ ഏൽക്കില്ല കേട്ടോ. പിന്നെ ഇവിടെ ഓരോ പോഷൻ കണ്ടില്ല നിങ്ങൾ, പല മോഡലിലാണ് എല്ലാവരും പിക്സൊക്കെ എടുക്കുന്നത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചായ കുടിക്കാനുള്ള ടൈമായിരുന്നു. വീട്ടിൽ നിന്ന് ചക്കൊക്കെ കൊണ്ടുവന്നിരുന്നു, ആരൊക്കെ കൊണ്ടുവന്നാണ്. പിന്നെ നെയ്യപ്പം പൊരിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ പഴം പൊരിക്കുന്നുണ്ട്. നല്ല അടിപൊളി കേട്ടോ, നല്ല ടേസ്റ്റ്. അവരുണ്ടാക്കുന്ന ഫുഡൊക്കെ എന്തോരം ടേസ്റ്റാണ്. പിന്നെ ഈ ചായ എന്ന് പറയുന്നത് ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് വേറെ എന്തോ ഒരു പൊടികളൊക്കെ ഇട്ടിട്ടുള്ളൊരു ചായയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ വൃത്തിയുണ്ടെന്ന്. ഒരു ഫുഡ് ഉണ്ടാക്കിയ ആ ഒരു പരിസരമോ അങ്ങനെ ഒന്ന് എന്തോരം വൃത്തിയിലാണ്. പക്ഷെ അത് വേണം, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് എന്നുള്ള അറിയാം. അതുകൊണ്ടായിരിക്കും അത്രയും നല്ലൊരു ഇതിലാണ് ചെയ്യുന്നത്. ആ ചേച്ചിയാണെങ്കിൽ ഇവർക്ക് അറിയാം കേട്ടോ, ഈ ഇരിക്കുന്ന ആൾക്ക് അറിയാം, എൻ്റെ ഫ്രണ്ടൊക്കെ അറിയാം. ഒരു 4-5 പ്രാവശ്യമായിട്ടല്ലോ ഇവിടെ വരുന്നത്. അപ്പോൾ അവർക്ക് അറിയാം ഈ ചേച്ചീനെയൊക്കെ. അങ്ങനെ രാത്രിയത്തേക്കുള്ള ഫുഡിൻ്റെയൊക്കെ പറയാണ്. പിന്നെ നമ്മൾ പൂളിലൊക്കെ കളിച്ചിരുന്നു. അതിൻ്റെ ഡ്രസ്സൊക്കെ ഇങ്ങനെ കുറച്ചൊക്കെ ആറിയിട്ടിട്ടുണ്ട്, ഇവിടെ ഉണക്കാനിട്ടുണ്ട്.
ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിക്കണം. അതിൻ്റെ ഉള്ളിൽ കുറേ പരിപാടികളും ഒക്കെ ഉണ്ട്. പാട്ട് പാടുന്നുണ്ട്, കളിക്കുന്നുണ്ട്, ഡാൻസ് ഉണ്ട് മക്കളെ. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് എന്താ പറയുക, എൻജോയ് ചെയ്യന്നെ. നമുക്ക് കിട്ടിയ ചാൻസ് അല്ലേ. എനിക്ക് തോന്നുന്നു മക്കളെക്കാട്ടി അലമ്പായത് കളിച്ചത് നമ്മൾ തന്നെ ആയിരിക്കും എന്നാണ് കേട്ടോ. ഈ കളിക്കുന്ന പാട്ട് പാടുന്നവർക്കൊക്കെ എന്തായാലും ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം എല്ലാവരും കഴിവ് അവിടെ തെളിയിക്കുന്നുണ്ട്. എനിക്കെന്തായാലും ചെയർ മ്യൂസിക് ഉണ്ടായിരുന്നു, അതിൽ ഞാൻ തോറ്റുപോയി. വേറൊരു കഴിവും ഇല്ല എന്തായാലും. അവരൊക്കെ പാടുന്ന നോക്കി ആസ്വദിക്കാന്നല്ലാതെ. പിന്നെ കുറച്ച് ഡാൻസൊക്കെ കളിച്ചിട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ അൽഫാമൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. ഇതാണ് ദേവു എന്ന് പറഞ്ഞാൽ ഒരു ഹിന്ദിക്കാരൻ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ അത്യാവശ്യം എല്ലാവരും പാടുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പാട്ട് പാടി എല്ലാവരും ഡാൻസ് കളിക്കുക അതൊക്കെ ആയിട്ട്. പിന്നെ നമ്മൾ മാത്രമല്ല കേട്ടോ ഗിഫ്റ്റായിട്ട് പൊതിഞ്ഞതും ആക്കിയതൊക്കെ വേറെ ടീമും അതുപോലെ കൊണ്ടുവന്ന് നമ്മൾ അറിയില്ലായിരുന്നു. അത് മാത്രമേ ഉള്ളൂ എന്ന് വെച്ചാൽ, പക്ഷെ വേറെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതും എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് ഗിഫ്റ്റായിട്ട്. അപ്പോൾ ഈ അൽഫാമിൻ്റെ ആ മസാല ഉണ്ടല്ലോ, നമ്മളിപ്പം പുറത്തുനിന്നൊക്കെ കഴിക്കൂലേ, ആ ഒരു ടേസ്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആ ചേച്ചി അടിപൊളിയായിട്ട് അത് ഉണ്ടാക്കിയാണ്. അപ്പം എല്ലാവരും ബ്രെഡും ചപ്പാത്തിയൊക്കെ ആയിട്ട് അത് കഴിച്ച്. പിന്നെ വലിയൊരു മക്കളെ ഇതുണ്ടായിരുന്നു ചെയർ മ്യൂസിക്. അതിൽ എൻ്റെ മോള് ജയിച്ചിട്ടുണ്ട്, അവൾക്കൊരു സമ്മാനം കിട്ടി. അതുപോലെ വലിയ ആൾക്കാരെയും കളി ഉണ്ടായിരുന്നു കേട്ടോ, നമ്മളൊക്കെ കളി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ആണുങ്ങളതുണ്ട്, അതിലില്ലേ എൻ്റെ മോൻ ജയിച്ചിട്ടോ. അപ്പോൾ സമ്മാനം രണ്ടാമതും കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അതിൻ്റെ പാർട്ട് 2 ഉണ്ട്. അപ്പോൾ എല്ലാവരും അത് മറക്കാതെ കാണണം. എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.